നമ്മൾ പല പാപങ്ങളും ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നുമല്ല, ഇഷ്ടപ്പെട്ടാണ്. അത് നമ്മളെ ആകർഷിക്കുന്നുണ്ട് പാപത്തിലേക്ക്, ആകർഷണമുണ്ട് അതിന്. പിന്നെ വേറൊന്നുള്ളത് തിന്മ വർക്ക് ചെയ്യുന്ന ഒരു അജണ്ട വെച്ചാണ്. ഒരു അജണ്ടയുണ്ട്, ഒരു ഗ്രൂപ്പ് എഫേർട്ടുണ്ട് തിന്മയ്ക്ക്. നന്മ ചെയ്യുന്നവർ പലപ്പോഴും ഐസൊലേറ്റഡ് ആണ്. അവരവരുടെ നന്മയായിട്ട് സമാധാനമായിട്ട് ഒറ്റയ്ക്കൊക്കെ ജീവിക്കണം. നമ്മളിപ്പോൾ സൊസൈറ്റി നോക്കിയാൽ തന്നെ ഉണ്ടല്ലോ, 100 പേരെ എടുത്താൽ 90 പേര് നല്ല മനുഷ്യരാണ്, 90 പേര് നല്ലതാണ് പൊതു സൊസൈറ്റിയിൽ. 5-10 ഉള്ളൂ മോശമെന്ന് പറയാൻ. നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 100 മോശമായിട്ട് തോന്നും. എന്നറിയാമോ, ഈ തിന്മ ലൗഡാണ്. തിന്മയ്ക്കൊരു അജണ്ടയുണ്ട്. തിന്മ ഗ്രൂപ്പ് വർക്ക് ചെയ്യും, നന്മ അത് ചെയ്യുന്നില്ല. നമ്മളിനി ചെയ്യേണ്ടത് നന്മയെ ലൗഡാക്കണം. അതാണ് ഈ ചെയ്യേണ്ടത്. കൗണ്ടർ വർക്ക് ചെയ്യേണ്ടതാണ്. നല്ല കാര്യങ്ങൾ ലൗഡാക്കണം. അതാണ് ഈശോ അന്നേ പറഞ്ഞത്, നിങ്ങളുടെ വിളക്ക് പീഠത്തിൻ്റെ മേൽ വെക്കണം, കട്ടിലിനടി കൊണ്ട് വെക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്നത് നന്മയെ കൊണ്ട് കട്ടിലിനടി വെക്കും. ആരും അറിയണ്ട. അറിയട്ടെ. അത് അറിയുന്നത് ബോസ്റ്റിംഗ് അല്ല, ആ നന്മ വേറെ ആളെ ഇൻസ്പയർ ചെയ്യട്ടെ. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് 4 പേരെ അറിയട്ടെ. ഇപ്പോൾ രേണു ചെയ്യുന്നൊരു നല്ല കാര്യം 4 പേരെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത് എന്തറിയാമോ, അത് രേണുവിന് പ്രൈഡ് ഉണ്ടാകാനല്ല. വേറൊരാൾ ചിന്തിക്കുമ്പോൾ രേണു ഇത്രയും മോഡേൺ ആയിട്ട് കുട്ടി പോലും ഈ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പോൾ അത് വേറൊരാളെ ഇൻസ്പയർ ചെയ്യും. രേണുവിന് ദൈവവിശ്വാസം ഉണ്ടെന്നുള്ളത് എത്ര പേര് ഇൻസ്പയർ ചെയ്യുമെന്നറിയാമോ? കാരണം ബീയിങ് എ സെലിബ്രിറ്റി രേണു ഇതൊക്കെ കാര്യമായിട്ട് എടുക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, ഇങ്ങനെയുള്ളവർക്ക് ആർക്കും ഇതൊന്നും ഇല്ലെന്നൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കുട്ടികൾ അതിലേക്ക് സ്വാധീനിക്കപ്പെട്ടു. ഇതൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ന്യൂ നോർമൽ. അപ്പം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ ഒരാൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ വാസ് ദ ഓഡ് മാൻ ഔട്ട്, അങ്ങനെയായിരുന്നു. ഇന്ന് കോളേജിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവൻ ഓഡ് മാനാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒരാൾ ഓഡ് മാൻ ഔട്ടായി. അപ്പോൾ എന്ത് പറ്റുന്നറിയാമോ, വിശ്വാസം മൈനോറിറ്റിയായി. ഇന്ന് വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് മജോറിറ്റിയായി. അപ്പോൾ ഈ മൈനോറിറ്റിക്ക് ഒരു പ്രഷർ എപ്പോഴും ഉണ്ട്, മജോറിറ്റിയിലേക്ക് മെർജ് ചെയ്യാൻ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ നന്മയുണ്ടെങ്കിലും ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടെങ്കിലും ഇല്ലെന്ന് ഭാവിക്കും. എന്തിന്, ഈ കാലത്തേക്ക് അവർ അപ്ഡേറ്റ് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെൻഡായിട്ട് മാറുന്നു തിന്മ, ഡേഞ്ചറസ് ആണ്. അപ്പം ഇനി ചെയ്യേണ്ടത് നന്മ ഗ്രൂപ്പ് എഫേർട്ട് എടുക്കണം, നന്മ അജണ്ട വെക്കണം. അജണ്ട വെക്കുന്ന ആരെയും ഇല്ലാതാക്കാനല്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. നന്മ പ്രൈവറ്റ് വർക്കാകരുത്. ഇന്ന് നന്മ പ്രൈവറ്റാണ്. നമ്മുടെ വിശ്വാസം എൻ്റെ പ്രൈവറ്റ് അഫെയർ, ആരെയും കാണിക്കണ്ട. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ആരും അറിയണ്ട. മോശം കാര്യങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. വെരി ക്ലിയർ. ഓക്കെ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി ഉണ്ട്, അത് കർമ്മ ഇസ് എ ബൂമറാങ്, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അച്ഛൻ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? റെനുവിനല്ലേ നല്ല വിശ്വാസമുള്ള കർമ്മയെക്കുറിച്ച്? അതിലെനിക്കുണ്ട്. നല്ല കാര്യം. അപ്പം കർമ്മ എന്തായിട്ടാണ് റെനു മനസ്സിലാക്കുന്നത്? അതായത് ഞാൻ ചെയ്തു വെക്കുന്നതിന് ഞാൻ അനുഭവിക്കും, ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം ആൾ അനുഭവിക്കും എന്നതാണോ കർമ്മയായിട്ട് മനസ്സിലാക്കുന്നത്? അതൊന്നുണ്ട്. ഒന്ന്, നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് വരും. അത് തന്നെയാണ് ഈ പറഞ്ഞത്. അത് വരും. 2, നമ്മളിപ്പോൾ ചില സമയത്ത് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ഒരാവശ്യമില്ലാതെ ആളുകൾ നമ്മളെ ദ്രോഹിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായ സമയങ്ങളിലൊക്കെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഓർക്കാനോ അതിൽ റിവെഞ്ച് എടുക്കാനോ അല്ല നമ്മൾ നടക്കേണ്ടത്. ഫർഗെറ്റ് ഇറ്റ്, മൂവ് ഓൺ. പറ്റുമെങ്കിൽ ക്ഷമിക്കുക. ആ സെന്റൻസിലോട്ടാണ് നമ്മൾ വന്നത്. അത് അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. പക്ഷെ പിന്നീട് ജീവിതത്തിൻ്റെ യാത്രകളിൽ ഞാൻ മനസ്സിലാക്കുന്നു, അവർക്കത് കിട്ടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, എവിടെന്നെങ്കിലും അടി കിട്ടും, അതായിരിക്കും. അപ്പം അച്ഛൻ്റെ അങ്ങനത്തെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്? ആ സച്ച് കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ കർമ്മയെ വിശ്വസിക്കാത്തതിൻ്റെ കാരണം പാപത്തിന് പരിഹാരമുള്ളത് കൊണ്ടാണ്. പാപത്തിന് പരിഹാരമുള്ളിടത്തോളം കർമ്മയല്ല ഇവിടെ റൂൾ ചെയ്യുന്നത്. കർമ്മ റൂൾ ചെയ്താൽ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല.